إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തു മറിയമിലൂടെ നമ്മെ അറിയിക്കുന്നു. സൂറത്തു മറിയമിൻ്റെ 96-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ. തീർച്ചയായും അല്ലാഹുവിൽ വിശ്വാസമുള്ള ഈമാനുള്ള ആളുകൾ, അതുപോലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്ക് റഹ്മാനായ റബ്ബ് സ്നേഹമുണ്ടാക്കി നൽകുന്നതാണ്. സഹോദരങ്ങളെ സഹോദരിമാരെ, എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വാഗ്ദാനം ചെയ്തത്? മഹാനായ താബിഈ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹമുണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ യുഹിബ്ബുഹും വയുഹബ്ബിബുഹും യാനി ഇലാ ഖൽഖിഹിൽ മുഅ്മിനീൻ. അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിൻ്റെ സ്നേഹം ലഭിക്കും. യുഹിബ്ബുഹും, അല്ലാഹു അവരെ സ്നേഹിക്കും. വയുഹബ്ബിബുഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കൊണ്ട് അവരെ സ്നേഹിപ്പിക്കും. അഥവാ മുഅ്മിനീങ്ങളായ അല്ലാഹുവിൻ്റെ അടിമകൾ അത്തരം ആളുകളെ സ്നേഹിക്കും. ഈ ആയത്തിൽ സഹോദരങ്ങളെ, വുദ്ദൻ എന്ന് പറഞ്ഞാൽ സാധാരണ സ്നേഹത്തിന് ഹുബ്ബ് എന്നാണ് പറയാറുള്ളത്. എന്നാൽ വുദ് എന്ന് പറഞ്ഞാൽ ഒരുപടി മുന്നിലാണ്. സ്നേഹം ഒരുപക്ഷെ പലതിൻ്റെ പേരിലും പരസ്പരം ഉണ്ടായേക്കാം. ആ കാരണങ്ങൾ ഇല്ലാതെയായാൽ ഒരുപക്ഷെ സ്നേഹവും ഇല്ലാതെയായേക്കാം. എന്നാൽ വുദ് എന്ന് പറഞ്ഞാൽ ഒരുപടി മുന്നിലാണ്, അഥവാ ഒരു കളങ്കവുമില്ലാത്ത സ്നേഹമെന്നാണ് അർത്ഥം. നിരുപാധികം സ്നേഹിക്കുക എന്നതാണ് അർത്ഥം. പകരം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും
മറ്റൊന്നിനും വേണ്ടിയല്ലാതെ സ്നേഹിക്കുന്നതിനാണ് ഈ വാക്ക് പ്രയോഗിക്കുക. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹവും അല്ലാഹുവിൻ്റെ അടിമകളായ മുഅ്മിനീങ്ങളുടെ സ്നേഹവും ലഭിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഈമാനാണ്, അല്ലാഹുവിലുള്ള വിശ്വാസം. അല്ലാഹു തആല വിശ്വാസമായി പഠിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് നെഞ്ചിലേറ്റാൻ നമുക്ക് സാധിക്കണം പരിപൂർണമായി. ഈമാനിൻ്റെ 6 അടിസ്ഥാനങ്ങൾ നമുക്കറിയാം. അല്ലാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, അല്ലാഹുവിൻ്റെ കിതാബുകളിലുള്ള വിശ്വാസം, അല്ലാഹുവിൻ്റെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അന്ത്യനാളിലുള്ള വിശ്വാസം, അല്ലാഹുവിൻ്റെ ഖദറിലെ നന്മയിലും തിന്മയിലുമുള്ള വിശ്വാസം. അത് മുതൽ അങ്ങോട്ട് എന്തൊക്കെ ഈമാനായി നാം പഠിപ്പിക്കപ്പെട്ടുവോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം അതിനെ തുടർന്ന് സൽക്കർമ്മങ്ങൾ, അഥവാ അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച ഇതിലെ ഏതൊക്കെ നിയമനിർദ്ദേശങ്ങളുണ്ടോ, റബ്ബിൻ്റെ കൽപ്പനകളുണ്ടോ, ആ കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങൾ മുഴുവനും പ്രവർത്തിക്കുക. സാധിക്കുന്ന രൂപത്തിൽ നിർബന്ധമായ കാര്യങ്ങൾ എങ്ങനെയൊക്കെ സാധിക്കുമോ അങ്ങനെ മുഴുവനും പ്രാവർത്തികമാക്കണം. അതല്ലാത്ത ഐച്ഛികമായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പരിപൂർണമായ ഈമാനും സൽക്കർമ്മങ്ങളും ഉള്ള ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ സ്നേഹവും സൃഷ്ടികളുടെ സ്നേഹവും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ് ഇവ രണ്ടും. അള്ളാഹുവിൻ്റെ സ്നേഹം ആഗ്രഹിക്കാത്ത, പ്രതീക്ഷിക്കാത്ത ആരാണുള്ളത്? അതുപോലെ മുഅ്മിനീങ്ങൾ, അള്ളാഹുവിൻ്റെ അടിമകൾ നമ്മെ സ്നേഹിക്കണം, നല്ല രൂപത്തിൽ നമ്മളോട് വർത്തിക്കണം എന്ന് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള മാനദണ്ഡമായി ഈമാനും അമലു സാലിഹാത്തും പഠിപ്പിക്കുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ അബ്ദൻ ദആ ജിബ്രീല ഫഖാല ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടികളിൽ ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു അതാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും. എന്നിട്ട് പറയും, ജിബ്രീലേ, ഞാനിതാ ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് താങ്കളും ഇഷ്ടപ്പെടുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുഹിബ്ബുഹു ജിബ്രീൽ, ആ വ്യക്തിയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇഷ്ടപ്പെടും. സുമ്മ യുനാദി ഫിസ്സമാ ഫയഖൂൽ, അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്തുള്ള എല്ലാവരെയും വിളിക്കും. എന്നിട്ട് അവരോട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹ്, ഇതാ അല്ലാഹു തആല ഇന്ന വ്യക്തിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും അയാളെ ഇഷ്ടപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, അങ്ങനെ അതാ വാനലോകത്തെ അള്ളാഹുവിൻ്റെ കോടാനുകോടി വരുന്ന മലക്കുകളെല്ലാവരും അയാളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് അവസാനിക്കുന്നില്ല, സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർദ്, ശേഷമതാ അയാൾക്ക് ഭൂമിയിൽ അല്ലാഹു തആല സ്വീകാര്യത നൽകുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ അയാളെ മറ്റുള്ള മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ സ്നേഹിക്കുന്നു, അയാളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നു, അയാളുടെ വാക്കുകൾ അംഗീകരിക്കുന്നു. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് പദവി നൽകുമെന്നാണ്. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ലഭിക്കുന്ന മഹത്തായ സ്ഥാനമാണിത്. ഇതിൻ്റെ നേരെ മറുവശം കൂടിയുണ്ട്. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഇദാ അബ്ഗള അബ്ദൻ ദആ ജിബ്രീല ഫയഖൂൽ, അല്ലാഹു തആല എങ്ങാനും ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കും. എന്നിട്ട് പറയും, ഇന്നി ഉബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദ്ഹു, ഇതാ ഞാൻ ഇന്ന വ്യക്തിയെ വെറുത്തിരിക്കുന്നു, ജിബ്രീലെ താങ്കളും അയാളെ വെറുക്കുക. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫയുബ്ഗിദുഹു ജിബ്രീൽ, അങ്ങനെ അയാളെ ജിബ്രീൽ അലൈഹിസ്സലാമും വെറുക്കും. സുമ്മ യുനാദി ഫി അഹ്ലി സമാ,
ശേഷമതാ അദ്ദേഹം വാനലോകത്തുള്ള എല്ലാ മലക്കുകളെയും വിളിക്കുന്നു. എന്നിട്ട് പറയും, ഇന്നല്ലാഹ യുബ്ഗിദു ഫുലാനൻ ഫഅബ്ഗിദൂഹു. ഇതാ അല്ലാഹു തആല ഒരാളെ വെറുത്തിരിക്കുന്നു, നിങ്ങളെല്ലാവരും അയാളെ വെറുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറയുന്നു, ഫയുബ്ഗിദൂനഹു. അതാ എല്ലാവരും അയാളെ വെറുക്കും. സുമ്മ തൂദഉ ലഹുൽ ബഗ്ളാഉ ഫിൽ അർദ്. ശേഷമതാ അയാളോടുള്ള വെറുപ്പ് അല്ലാഹു തആല ഭൂമിയിൽ ഇട്ടു നൽകും. അയാളോട് സത്യവിശ്വാസികൾക്ക്, മുഅ്മിനീങ്ങൾക്ക് വെറുപ്പും അകൽച്ചയും അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹുവിൻ്റെ സ്നേഹം ലഭിച്ചാൽ വലിയ പദവിയാണ്, വലിയ സ്ഥാനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ വിളിക്കും, ജിബ്രീൽ സ്നേഹിക്കും. അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ, റബ്ബുമായി സാമീപ്യമുള്ള അവൻ്റെ മലക്കുകൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ആ മലക്കുകളിലെ നേതാവ് മുതൽ എല്ലാവരും നമ്മെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മനോഹരമായ, എത്ര മഹത്തരമായ കാര്യമാണ് പ്രിയമുള്ളവരെ. അതിനുള്ള മാനദണ്ഡം എന്താണ്? ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്. തീർച്ചയായും വിശ്വാസമുണ്ടായിരിക്കണം, ഈമാൻ ഉണ്ടായിരിക്കണം. ഈമാനിൽ ഒരു കളങ്കവുമില്ലാതെ, ഒരു കറയും ബാധിക്കാതെ അങ്ങനെയുള്ള ഈമാൻ ഉണ്ടായിരിക്കണം. അതുപോലെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയത് നല്ലതല്ലേ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കാൻ പാടുള്ളതല്ല, മറിച്ച് അള്ളാഹുവിന് തൃപ്തിയുള്ള നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രവർത്തനങ്ങൾ, അത് പ്രവർത്തിക്കുന്ന, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആളെ അള്ളാഹു സ്നേഹിക്കും. ഇനി നേരെ തിരിച്ചാണെങ്കിലോ പ്രിയമുള്ളവരെ, എത്ര അപകടകരമായ അവസ്ഥയായിരിക്കും നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, പലപ്പോഴും ആളുകളുടെ, സൃഷ്ടികളുടെ സ്നേഹത്തിനു വേണ്ടി നമ്മിൽ പലരും പരിശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ടായിരിക്കും പലരും സൃഷ്ടികളുടെ സ്നേഹം നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. എന്നാൽ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയും ഈമാൻ ശരിയാക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ സ്നേഹവും സൃഷ്ടികളുടെ സ്നേഹവും ഒരുമിച്ച് നമുക്ക് നൽകുമെന്നാണ്. എത്ര മനോഹരമായ കാര്യമാണെന്ന് നോക്കൂ നിങ്ങൾ. ചില മുൻഗാമികൾ പറഞ്ഞതുപോലെ, നാമും നമ്മുടെ റബ്ബുമായുള്ള ബന്ധം നന്നാക്കിയാൽ മറ്റുള്ളവരുമായുള്ള എല്ലാ ബന്ധവും അല്ലാഹു നന്നാക്കി തരും. നമ്മളതിന് പരിശ്രമിക്കേണ്ടതില്ല, നമ്മളതിന് ഓടി നടക്കേണ്ടതില്ല, നമ്മുടെ ദീൻ പണയം വെക്കേണ്ടതില്ല, നമ്മൾ അല്ലാഹുവിനെ ധിക്കരിക്കേണ്ടതില്ല. അയാളെന്ത് വിചാരിക്കും, ഇയാളെന്ത് വിചാരിക്കും, ആളുകൾ എന്തു പറയും? അതുകൊണ്ട് ഒരു വേള ഫർള് തന്നെ, അതല്ലെങ്കിൽ ദീനിലുള്ള നിയമനിർദ്ദേശങ്ങൾ തന്നെ മാറ്റിവെച്ച് മറ്റുള്ളവരുടെ സ്നേഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആളുകൾക്ക് ഇതാ ഈ ആയത്തിലും ഹദീസിലും മഹത്തായ ഗുണപാഠമുണ്ട്. അതിൻ്റെ ആവശ്യമില്ല പ്രിയമുള്ളവരെ. നമ്മളും നമ്മുടെ റബ്ബുമായുള്ള ബന്ധം നാം നന്നാക്കിയാൽ അല്ലാഹു തആല മറ്റുള്ളവരുമായുള്ള ബന്ധം നന്നാക്കി തരും. നേരെ മറിച്ച് നിങ്ങൾ നോക്കൂ, അല്ലാഹു എങ്ങാനും വെറുത്തു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ എങ്ങാനും നാം വെറുപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവും അവൻ്റെ മലക്കുകളും വെറുക്കുന്നതോടൊപ്പം നാം ആരുടെ പ്രീതിയാണോ പ്രതീക്ഷിച്ചത് അവരുടെ മനസ്സിലടക്കം അല്ലാഹു വെറുപ്പിട്ട് നൽകുമെന്നാണ്. എത്ര എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അല്ലാഹുവിനെയും അവൻ്റെ ദീനിനെയും പരിഹസിച്ച് ആളുകളുടെ സ്നേഹം സമ്പാദിക്കാൻ പരിശ്രമിക്കുന്ന ആളുകളുടെ പിന്നീടുള്ള പര്യവസാനം എന്തായിരിക്കും? അവരിൽ പലരും പിന്നെ പഴയ കാലത്ത് പറയാറുള്ളത് പോലെ എടുക്കാത്ത മുക്കാല് പോലെ ആയിരിക്കും. ഒരാൾക്കും വേണ്ടതില്ലാതെ ആളുകൾ വെറുക്കുന്ന രൂപത്തിൽ പിൽക്കാലത്ത് അവരുടെ വാക്കുകളും അവരെയും ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നാം അല്ലാഹുവുമായുള്ള നമ്മുടെ ബന്ധം ശരിയാക്കണം. നമ്മുടെ ഈമാൻ, കളങ്കമില്ലാത്ത ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ മരണം വരെ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെറുതല്ലേ, നിസാരമല്ലേ എന്ന് നമുക്ക് തോന്നരുത്, ഒരിക്കലും നമുക്ക് തോന്നിപ്പോവരുത്. സൽക്കർമ്മങ്ങൾ പരമാവധി പ്രവർത്തിക്കുക എന്നുള്ളത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത്, സ്നേഹം കിട്ടാൻ നമുക്കത് കാരണമാണ്. അതുപോലെ സൃഷ്ടികളുടെ സ്നേഹം, മുഅ്മിനീങ്ങളുടെ സ്നേഹം
മുഅ്മിനീങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മെ സ്നേഹിക്കേണ്ടത്. മുഅ്മിനീങ്ങളുടെ സ്നേഹമാണ് നമുക്ക് വേണ്ടത്. കാരണം അവരുടെ സ്നേഹത്തിനാണ് വിലയുള്ളത്. മുഅ്മിനീങ്ങളുടെ സ്നേഹമാണ് മഹത്തരമായത്. മുഅ്മിനീങ്ങളല്ലാത്ത ആളുകളുടെ സ്നേഹം നേരത്തെ പറഞ്ഞതുപോലെ അത് പിൽക്കാലത്ത് വെറുപ്പായി മാറും. അതിനെക്കൊണ്ട് യാതൊരു കാര്യവുമില്ല. മറിച്ച് ഈമാനുള്ളവരുടെ ഇടയിൽ സ്വീകാര്യതയും സ്നേഹവും അനുകമ്പയും കാരുണ്യവും ഒക്കെ നമുക്ക് ലഭിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയായി നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നാം കാണുന്നുവെങ്കിൽ അതിൽ നാം വഞ്ചിതരായി പോവരുത്. എന്നോടെന്നതുപോലെ സൂചിപ്പിക്കട്ടെ, നാം അത് വർദ്ധിപ്പിച്ചു തരാനും നമ്മുടെ ഈമാൻ ശരിയാക്കാനും നമ്മുടെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാനുമാണ് നാം പരിശ്രമിക്കേണ്ടത്. കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു നൽകാൻ കൂടുതൽ ആ വിഷയത്തിൽ ശ്രദ്ധ ചെലുത്തുകയാണ് വേണ്ടത്. സഹോദരങ്ങളെ നോക്കൂ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മാ മിൻ അബ്ദിൻ യഅമലു ഖൈറൻ ഔ ശർറൻ ഇല്ലാ കസാഹു അല്ലാഹു അസ്സ വജല്ല റിദാഅ അമലിഹി. ഏതൊരടിമയാണോ ഒന്നല്ലെങ്കിൽ നന്മ അതല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കുന്നത്, ഒരാളുടെ പ്രവർത്തനം നന്മയാവട്ടെ തിന്മയാവട്ടെ, അല്ലാഹു തആല അവൻ്റെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള മേൽത്തട്ടമായിരിക്കും അവൻ്റെ മുഖത്ത് അതല്ലെങ്കിൽ അവൻ്റെ ദേഹത്ത് വിരിക്കുക. എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മുടെ കർമ്മങ്ങൾ അതായിരിക്കും, അതിനനുസരിച്ചായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കലും സൃഷ്ടികളുടെ അടുക്കലും നമ്മുടെ അവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാമും നമ്മുടെ റബ്ബുമായുള്ള ബന്ധം അത് നന്നാക്കാൻ നാം അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട്, അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടതുണ്ട്. അത് നാം പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇഹലോകവും പരലോകവും രക്ഷപ്പെടുമെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ മഹബ്ബത്തും അള്ളാഹുവിൻ്റെ സ്നേഹവും സൃഷ്ടികളുടെ അഥവാ മുഅ്മിനീങ്ങളുടെ സ്നേഹവും അള്ളാഹു നമുക്ക് ഒരുമിച്ച് നൽകും. ഈ മഹത്തായ ഹദീസ് റിവായത്ത് ചെയ്തതിനു ശേഷം ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ നമുക്ക് കാണാം, ഒരിക്കൽ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹം ഹജ്ജിൻ്റെ വേളയിൽ അറഫയിലായിരിക്കെ അദ്ദേഹം കടന്നു വരുമ്പോൾ താബിഈങ്ങളിൽപ്പെട്ട സുഹൈൽ ഇബ്നു അബി സാലിഹ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഇങ്ങനെ അറഫ മൈതാനത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ ഫഖാമ അന്നാസു യൻദുറൂന ഇലൈഹി, ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ സ്നേഹത്തോടെ നോക്കുകയായിരുന്നു. അപ്പോൾ സുഹൈൽ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ പിതാവിനോട് പറയുകയുണ്ടായി, യാ അബതി ഇന്നി അറല്ലാഹ യുഹിബ്ബു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ അള്ളാഹു സ്നേഹിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ഇഷ്ടം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്നാണ് വാപ്പ ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, വമാദാക, എന്താണ് അതിൻ്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, സുഹൈൽ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ലിമാ ലഹു മിനൽ ഹുബ്ബി ഫീ ഖുലൂബിൻ നാസ്, ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ആ സ്നേഹം, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തോടുള്ള സ്നേഹം കാണുമ്പോൾ എനിക്കതാണ് മനസ്സിലാവുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ സുഹൈൽ ഇബ്നു അബി സാലിഹ് റഹിമഹുല്ലയുടെ പിതാവ് മേൽ പറഞ്ഞ നേരത്തെ നമ്മൾ കേട്ട ഹദീസ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ വിളിക്കും, എന്നിട്ട് ഇഷ്ടപ്പെടാൻ പറയും. അദ്ദേഹം വാനലോകത്തുള്ള സർവ്വ മലക്കുകളെയും വിളിക്കും, എന്നിട്ട് ഇഷ്ടപ്പെടാൻ പറയും. അങ്ങനെ ഭൂമിയിൽ അയാൾക്ക് ഖബൂൽ നൽകും, സ്വീകാര്യത നൽകും, മുഅ്മിനീങ്ങൾക്കിടയിൽ സ്നേഹം നൽകും എന്ന ഹദീസ് പറഞ്ഞു കൊടുത്തു. സഹോദരങ്ങളെ നോക്കൂ, എത്ര മനോഹരമായ കാര്യമാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി മസ്ലമ ഇബ്നു മഖ്ലദ് എന്ന വ്യക്തിക്ക് കത്തെഴുതുകയുണ്ടായി. മിസ്റിലെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളായിരുന്നു മസ്ലമ ഇബ്നു മഖ്ലദ് റഹിമഹുല്ലാ. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ എഴുത്ത് ഇപ്രകാരമാണ്, സലാമുൻ അലൈക്, അദ്ദേഹം സലാം പറഞ്ഞു. അമ്മാ ബഅദു, ശേഷം, ഫഇന്നൽ അബ്ദ ഇദാ അമില ബിതാഅത്തില്ലാഹ് അഹബ്ബഹുല്ലാഹ്, തീർച്ചയായും ഒരടിമ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ അയാളെ അള്ളാഹു സ്നേഹിക്കും. ഫഇദാ അഹബ്ബഹുല്ലാഹു ഹബ്ബബഹു ഇലാ ഇബാദിഹി, അള്ളാഹു ഒരാളെ സ്നേഹിച്ചാൽ അവൻ്റെ സൃഷ്ടികളെ കൊണ്ട് അയാളെ സ്നേഹിപ്പിക്കും. വഇന്നൽ അബ്ദ ഇദാ അമില ബിമഅസിയത്തില്ലാഹ് അബ്ഗളഹുല്ലാഹ്,
എന്നൊരടിമ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തിന്മയാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ അള്ളാഹു തആല അയാളെ വെറുക്കും. ഫൈദാ അബ്ഗളഹുല്ലാഹ് ബഗ്ളഹു ഇലാ ഇബാദിഹി. അള്ളാഹു അങ്ങനെ ഒരാളെ വെറുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടിമകളെ കൊണ്ട് അയാളെ വെറുപ്പിക്കും. അഥവാ അടിമകളുടെ ഹൃദയങ്ങളിൽ അയാളോടുള്ള വെറുപ്പ് അള്ളാഹു ഇട്ട് നൽകും. നോക്കൂ നിങ്ങൾ, ഒരു പ്രദേശത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന അവിടുത്തെ ഉത്തരവാദിത്തമുള്ള ഒരു ഭരണാധികാരിക്ക് സഹാബിമാരിൽ പ്രമുഖനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നൽകുന്ന ഉപദേശം നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹു സ്നേഹിക്കും, സൃഷ്ടികളുടെ സ്നേഹവും കിട്ടും. ഇത് നമുക്കെല്ലാവർക്കുമുള്ള ഉണർത്തലാണ്, ഗുണപാഠമാണ്. നമ്മൾ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിച്ചാൽ, ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചാൽ അള്ളാഹുവിൻ്റെ സ്നേഹവും സൃഷ്ടികളുടെ സ്നേഹവും കിട്ടും. നേരെ തിരിച്ചാണെങ്കിൽ അള്ളാഹുവിൻ്റെ വെറുപ്പും സൃഷ്ടികളുടെ വെറുപ്പുമായിരിക്കും ലഭിക്കുക. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇഖ്ലാസോടെ റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാനാണ് നാം ആദ്യം കേട്ട ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ ഈമാൻ ചോർന്നു പോയാൽ, നമ്മുടെ നിയ്യത്ത് മാറിപ്പോയാൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ അപാകത സംഭവിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുപ്പായിരിക്കും നമുക്ക് നൽകുക. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ മഹാനായ അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലയുടെ കാലഘട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. തഫ്സീറുകളിൽ നമുക്ക് ഈ ചരിത്രം കാണാം. അയാൾ ഒരിക്കൽ പറയുകയുണ്ടായി, വല്ലാഹി ലഅഅബുദന്ന അല്ലാഹ ഇബാദതൻ ഉദ്കറു ബിഹാ. ഞാൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യും, ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയാൻ, ഞാനിങ്ങനെ പ്രശംസിക്കപ്പെടാൻ. ഫകാന ലാ യുറാ ഫീ ഹീനി സ്വലാത്തിൻ ഇല്ലാ ഖായിമൻ യുസല്ലി. അങ്ങനെ അദ്ദേഹത്തെ ജനങ്ങൾ കാണുകയാണ്. അദ്ദേഹത്തെ ജനങ്ങൾ കാണുമ്പോഴെല്ലാം അദ്ദേഹം നിസ്കാരത്തിലായിരിക്കും. വകാന അവ്വല ദാഖിലിൻ ഇലൽ മസ്ജിദി വആഖറ ഖാരിജ്. അദ്ദേഹമായിരിക്കും ആദ്യം പള്ളിയിലേക്ക് വരിക, അവസാനം പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവുക. ഫകാന ലാ യുഅദ്ദം. ഇങ്ങനെ പരിശ്രമിച്ചിട്ടും അയാൾ ജനങ്ങൾക്കിടയിൽ പ്രശംസിക്കപ്പെടുന്നില്ല, അയാൾക്കൊരു മഹത്വവും ലഭിക്കുന്നില്ല. ഫമകഥ ബിദാലിക സബ്അത അശ്ഹുർ. അങ്ങനെ അയാൾ 7 മാസത്തോളം ആ രൂപത്തിൽ കഴിഞ്ഞുപോയി എന്നാണ്. സദാസമയം നിസ്കാരം, പള്ളിയുമായുള്ള ബന്ധം, നേരത്തെ വരിക, അവസാനം തിരിച്ചു പോവുക. പക്ഷെ നിയ്യത്ത് ആദ്യം പറഞ്ഞതാണ് എന്ന് നാം ഓർക്കണം. ജനങ്ങൾ നല്ലത് പറയാൻ വേണ്ടിയായിരുന്നു അയാളത് ചെയ്തിരുന്നത്. അങ്ങനെ 7 മാസങ്ങൾ അങ്ങനെ പിന്നിട്ടു. വകാന ലാ യമുറു അലാ ഖൗമിൻ ഇല്ലാ ഖാലു ഉൻദുറു ഇലാ ഹാദൽ മുറായി. അയാൾ ഇങ്ങനെ ജനങ്ങൾക്കരികിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ ജനങ്ങൾ അയാളെ ബഹുമാനിക്കുന്നില്ല, മറിച്ച് പറയുന്ന വാക്കെന്താണ്? നോക്കൂ, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യനെ നോക്കൂ നിങ്ങൾ എന്നാണ് പരസ്പരം ആളുകൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹം, സൃഷ്ടികളുടെ സ്നേഹം ലഭിച്ചില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഫഅഖ്ബല അലാ നഫ്സിഹി ഫഖാല. ഇങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തത്തോട് പറഞ്ഞു, ലാ അറാനി ഉദ്കറു ഇല്ലാ ബിശർ. ജനങ്ങളൊക്കെ എന്നെ മോശമായിട്ടാണല്ലോ പറയുന്നത്. ലാ ജഅലന്ന അമലി കുല്ലഹു ലില്ലാഹി അസ്സ വജല്ല. അപ്പോൾ അദ്ദേഹം പ്രതിജ്ഞ ചെയ്തു, എൻ്റെ അമലുകൾ മുഴുവനും അള്ളാഹുവിന് മാത്രമാക്കി തീർക്കാൻ ഞാനിതാ തീരുമാനിച്ചിരിക്കുന്നു. ഇഖ്ലാസോടുകൂടി ഇനി ഞാൻ പ്രവർത്തിക്കും എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഫലം യസിദ് അലാ അൻ ഖലബ നിയ്യതഹു വലം യസിദ് അലൽ അമലി അല്ലദീ കാന യഅമലുഹു. അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് മാറ്റി, അഥവാ നിയ്യത്ത് ശരിയാക്കി, പ്രവർത്തനങ്ങളൊക്കെ പഴയതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. ഫകാന യമുറു ബഅദു ബിൽ ഖൗമി ഫയഖൂലൂൻ റഹിമല്ലാഹു ഫുലാന ലിൽ ആൻ. അങ്ങനെ അദ്ദേഹം അതിനുശേഷം ആളുകൾക്കരികിലൂടെ നടന്നു പോകുമ്പോൾ അന്ന് ആക്ഷേപിച്ച ആളുകളെല്ലാം പിന്നെ പറയാൻ തുടങ്ങി, അല്ലാഹു തആല അയാൾക്ക് കാരുണ്യം ചൊരിയട്ടെ, അല്ലാഹു അയാൾക്ക് കാരുണ്യം ചൊരിയട്ടെ എന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇമാം അൽ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് പാരായണം ചെയ്യുകയുണ്ടായി. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ.
ആരാണോ ഈമാൻ ഉൾക്കൊള്ളുന്നത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, അല്ലാഹു തആല അയാൾക്ക് സ്നേഹം ഉണ്ടാക്കി കൊടുക്കും. അല്ലാഹുവിൻ്റെ സ്നേഹവും സൃഷ്ടികളുടെ സ്നേഹവും അദ്ദേഹത്തിന് ഒരുമിച്ച് ലഭിച്ചു എന്ന അർത്ഥത്തിലാണ് ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ ഈ ആയത്ത് പാരായണം ചെയ്തത്. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഈമാനും സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ സ്നേഹവും സൃഷ്ടികളുടെ സ്നേഹവും ഒരുമിച്ച് ലഭിക്കാനുള്ള കാരണമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം, അതുപോലെ സൃഷ്ടികളുടെ അവൻ്റെ അടിമകളായ മുഅ്മിനീങ്ങളുടെ സ്നേഹം ഒരുമിച്ച് നേടിയെടുക്കുവാൻ സാധിക്കുന്ന കാര്യം നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാം. അവിടുന്ന് പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുക അല്ലാഹ് വസ്ഹദ് ഫീമാ ഐദി നാസി യുഹിബ്ബുക അന്നാസ്. നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക, എങ്കിൽ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ദുനിയാവിനോട് വിരക്തി കാണിച്ചാൽ അള്ളാഹു നമ്മെ സ്നേഹിക്കും. അഥവാ ഈമാനും അമലു സാലിഹാത്തും ചെയ്യുന്ന ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം, ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ദുനിയാവിനോട് വിരക്തിയുണ്ടാകും. അഥവാ ദുനിയാവിലെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം അത് ഹൃദയത്തിലേക്ക്, തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ പാടുള്ളതല്ല. അങ്ങനെ ദുനിയാവിനോട് വിരക്തി, അഥവാ ഇത് നശിക്കാനുള്ളതാണ്, ഇത് തീരാനുള്ളതാണ് എന്നു മനസ്സിലാക്കി പരലോകത്തേക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ് ആയത്തിൽ നാം മനസ്സിലാക്കിയത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതും. ഇനി നിങ്ങൾ നോക്കൂ, ജനങ്ങളുടെ സ്നേഹം ലഭിക്കാൻ ജനങ്ങളുടെ കൈകളിൽ ഉള്ളതിൽ നിന്ന് നാം വിരക്തി കാണിക്കുക, അഥവാ ആളുകളുടെ അരികിലേക്ക് നമ്മുടെ ആവശ്യങ്ങളുമായി ചെല്ലുന്നത് കുറക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതല്ലെങ്കിൽ ആളുകളുടെ, മറ്റുള്ളവരുടെ അടുക്കൽ കാണുന്നത് നമ്മെ പ്രയാസപ്പെടുത്തരുത്, എന്ന് അവന് മാത്രമേ ഉള്ളൂ, എനിക്കില്ലല്ലോ, അന്ന് എനിക്ക് അല്ലാഹു നൽകാത്തത് എന്ന രൂപത്തിൽ ജനങ്ങളുടെ അരികിലേക്ക് നമ്മൾ ചെല്ലാതിരുന്നാൽ, അതിലേക്ക് നമ്മുടെ കണ്ണ് പായിക്കാതിരുന്നാൽ ആളുകളും നമ്മെ ഇഷ്ടപ്പെടും, ജനങ്ങളുടെ സ്നേഹവും ലഭിക്കും. കാരണം മനുഷ്യരുടെ പൊതു സ്വഭാവമാണ് വല്ലാതെ ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവരുടെ കാര്യങ്ങളിലേക്ക് വല്ലാതെ നമ്മൾ ഇടപെടുമ്പോൾ ആളുകൾ ഇഷ്ടപ്പെടുകയില്ല, ആദ്യത്തെ അവസ്ഥയായിരിക്കുകയില്ല തുടർന്നു പോകുമ്പോൾ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹത്തായ ഹദീസാണിത്. സഹോദരങ്ങളെ, ഇമാം അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ അദ്ദേഹത്തെക്കുറിച്ച് പറയപ്പെട്ടതായി കാണാം. ബസറയിലേക്ക് ഒരു അറാബി വന്നുകൊണ്ട് ചോദിച്ചു, മൻ സയ്യിദു അഹ്ലി ഹാദിഹിൽ ഖറിയ, ഈ നാട്ടിലെ നേതാവ് ആരാണ്? ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അൽ ഹസൻ, അഥവാ അൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാ എന്ന താബിഇയാണ്. ഖാല, അപ്പോൾ ആ അറാബി ചോദിച്ചു, ബിമസാദഹും, എന്തുകൊണ്ടാണ് അദ്ദേഹം നേതാവായത്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിച്ചത്? ഖാലു, അവർ പറഞ്ഞു, ഇഹ്താജൻ നാസു ഇലാ ഇൽമിഹി, ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇൽമിലേക്ക്, വിജ്ഞാനത്തിലേക്ക് ആവശ്യക്കാരനാണ്. വസ്തഗ്നാഹു വമൻ ദുനിയാഹും, എന്നാൽ അദ്ദേഹമാവട്ടെ ജനങ്ങളുടെ ദുനിയാവിനെ തൊട്ട് ധന്യനുമാണ്. ആളുകൾ അദ്ദേഹത്തിലേക്ക് വരിക എന്നതല്ലാതെ അദ്ദേഹം തിരിച്ചു ജനങ്ങളുടെ അരികിലേക്ക് പോകുന്ന ഒരവസ്ഥ ഇല്ല. അതുകൊണ്ട് അദ്ദേഹം നേതാവായി, അദ്ദേഹത്തെ ജനങ്ങൾ ബഹുമാനത്തോടുകൂടി കാണുകയുണ്ടായി. സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെ എല്ലാം ചുരുക്കം, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി അള്ളാഹുവിലുള്ള ഈമാനും സൽക്കർമ്മങ്ങളും
റബ്ബുമായുള്ള ബന്ധവും നാം ശരിയാക്കി കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നാം ആഗ്രഹിക്കുന്നതൊക്കെ നമ്മുടെ കാൽ ചുവട്ടിൽ വെച്ചു തരും എന്നുള്ളതാണ്. റബ്ബിൻ്റെ സ്നേഹവും സൃഷ്ടികളുടെ സ്നേഹവുമെല്ലാം ഒരുമിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്കും വേണ്ടി അള്ളാഹുവിനെ വെറുപ്പിക്കാൻ നമുക്ക് പാടുള്ളതല്ല. മറിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു തൃപ്തിപ്പെട്ടാൽ ബാക്കിയുള്ള കാര്യം അള്ളാഹു ഏറ്റെടുക്കും. അള്ളാഹു വെറുത്താൽ പിന്നെ ആരുണ്ട് പ്രിയമുള്ളവരെ നമ്മെ സഹായിക്കാൻ? പിന്നാരുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് സഹായം നൽകാൻ? പിന്നാരുടെ സ്നേഹമാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്? അതുകൊണ്ട് നാം വഞ്ചിതരായി പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ പ്രാർത്ഥന നമുക്ക് ഇപ്രകാരം കാണാം. നാം പഠിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക്. അല്ലാഹുവേ, നിന്റെ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ മൻ യുഹിബ്ബുക്. നിന്നെ സ്നേഹിക്കുന്നവരുടെ അഥവാ മുഅ്മിനീങ്ങളുടെ സ്നേഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്. അല്ലാഹുവേ, നിന്നിലേക്ക് നിന്റെ സ്നേഹം എനിക്ക് ലഭിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങളോടുള്ള സ്നേഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു മഹത്തരമായ പ്രാർത്ഥനയാണിത് നോക്കൂ. അള്ളാഹുവിൻ്റെ സ്നേഹം, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹം, അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച സൽക്കർമ്മങ്ങളോടുള്ള സ്നേഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. എല്ലാം അതിൽപ്പെട്ടു, എല്ലാം അതിലായി. റബ്ബിൻ്റെ സ്നേഹവും സൃഷ്ടികളുടെ സ്നേഹവും നേരത്തെ പറഞ്ഞ ഈമാനിനോടും സൽക്കർമ്മങ്ങളോടുമുള്ള സ്നേഹവും വരെ അതിൽപ്പെട്ടു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും മരണം വരെ ഈ മഹത്തായ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന, റബ്ബിൻ്റെ സ്നേഹം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ഷർറിൽ നിന്നും നമ്മെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, അല്ലാഹു തആല അവരുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാവട്ടെ, ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.